ഇനി അടുത്തത് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ലോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറയുന്നത് ഒരു ബോഡി ഒരു സർഫസിലിരിക്കുന്നു. അപ്പോൾ ബോഡിയുടെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നു mg. അതിനൊപ്പോസ് ചെയ്യുന്ന റിയാക്ഷൻ ആർ അല്ലെങ്കിൽ n ഇത് നോർമൽ റിയാക്ഷൻ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി സർഫസിൽ കൊടുക്കുന്ന ഫോഴ്സാണ് m×g. ഈ സർഫസ് ബോഡിയിൽ കൊടുക്കുന്ന റിയാക്ഷനാണ് n എന്ന് പറയുന്നത്. എന്നിനെ വിളിക്കുന്ന പേരാണ് നോർമൽ റിയാക്ഷൻ. ഇവിടെ ബോഡി മുകളിലേക്ക് മൂവ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല, ബോഡി റെസ്റ്റിലാണ്. സോ n ഈസ് ഈക്വൽ ടു mg. നോർമൽ റിയാക്ഷൻ n ഈസ് ഈക്വൽ ടു m×g. ഇതിനെ സിസ്റ്റം ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പം എന്നെ ബാലൻസ് ചെയ്യുന്ന ഫോഴ്സാണ് m×g എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഇടയിൽ എന്തുണ്ട്? ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലോ ഓഫ് ഫ്രിക്ഷൻ. പറയുന്നത് എന്താ? ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ reaction. It is independent of the area of contact and depends on nature of the surfaces. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ കണ്ടീഷൻ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇത് ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. സർഫസ് ഏരിയ ഇൻഡിപെൻഡൻ്റ് ആണ്. ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ദ സർഫസസ്. സർഫസ് നേച്ചർ മാറുന്നതനുസരിച്ച് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറും. ഇൻഡിപെൻഡൻ്റ് ഓഫ് ഏരിയ. ഏരിയ കൂടിയാലും കുറഞ്ഞാലും ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനെ ബാധിക്കുകയില്ല. പക്ഷേ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് സർഫസസ്. നേച്ചർ ഓഫ് സർഫസസ്. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ n. നമുക്കറിയാം ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി വന്നാൽ നമ്മളൊരു കോൺസ്റ്റൻ്റ് ഉപയോഗിച്ച് അത് മാറ്റും. ഇവിടെ µs ഇൻറ്റു എന്നാണ്. ഇവിടെ µsനെ വിളിക്കുന്ന പേരാണ് കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. µs is equal to Fs by n. Coefficient of static friction is the ratio of force of static friction to normal reaction. µs is equal to Fs by n, where µs is coefficient of static friction. Coefficient of static friction is the ratio of force of static friction to normal reaction എന്ന് പറയാം.